എപ്പോൾ നോക്കിയാലും കമന്റ് ബോക്സ് ഓണാക്കെന്ന് പറയുന്നുണ്ട്. കമന്റ് ബോക്സ് ഞാൻ ഓണാക്കത്തില്ല. അത് എനിക്കെതിരെ പറഞ്ഞ സംഭവങ്ങൾ എനിക്ക് കിട്ടാം. എന്തായിരുന്നാലും 1 മണിക്കൂർ മുന്നേ അറിയും. എല്ലാ ബിഗ് ബോസുകളിലും അങ്ങനെ തന്നെയാണ്. എല്ലാ ഹിന്ദിയിലും ബിഗ് ബ്രദറിലും എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഞാനിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടും. അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്റെ ആ ചാനൽ എടുക്കാതിരുന്നാ പോരെ. താങ്കൾ TV-യിൽ കണ്ടാൽ മതി. എന്തിനാണ് യൂട്യൂബ് നോക്കുന്നത്? ഇപ്പൊ ബിഗ് ബോസിനകത്ത് വെച്ച് മത്സരാർത്ഥികൾ തമ്മിൽ വമ്പം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, പ്രത്യേകിച്ച് നെവിനും അനുമോളും തമ്മിൽ. എന്നാൽ അതുപോലെ തന്നെ ബിഗ് ബോസിന് പുറത്ത് ഈ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നവർ തമ്മിൽ ഇപ്പൊ വമ്പം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫൈറ്റിന്റെ ഒരു സൈഡിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പറ്റും യൂട്യൂബേഴ്സ് ആണെങ്കിൽ മറുവശത്ത് ആരാണെന്ന് അറിയോ? രേവതി ചേച്ചി. മലയാളത്തിൽ ബിഗ് ബോസ് കാണുന്ന ഒരാൾക്ക് ഞാൻ രേവതി ചേച്ചി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം ബിഗ് ബോസ് തുടങ്ങിയ കാലം തൊട്ട് ബിഗ് ബോസ് റിവ്യൂ മാത്രം ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്ന രേവതി ചേച്ചി. പുള്ളിക്കാരി ബിഗ് ബോസിന്റെ സമയത്ത് മാത്രമേ യൂട്യൂബിൽ ആക്റ്റീവ് ആവാറുള്ളൂ, അല്ലാത്ത സമയത്ത് വീഡിയോസ് ഒന്നും ഇടാറില്ല. എനിവേ, അപ്പൊ ഈ ബിഗ് ബോസ് റിവ്യൂവേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഫൈറ്റിനെ കുറിച്ച് സംസാരിക്കാം. അത് മറ്റൊന്നുമല്ല, ഇപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങിയത് തൊട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. എന്താണത്? ഒരു പറ്റം യൂട്യൂബേഴ്സ് ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥി എന്ത് കാണിച്ചാലും കണ്ണുമടിച്ച് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി. അനുമോൾ ഇനി ബിഗ് ബോസിനകത്ത് വെച്ച് എന്തോളത്തരം കാണിച്ചാലും ഇവർ അനുമോളിന്റെ സപ്പോർട്ടായിട്ട് വീഡിയോ ആയിട്ട് വരും. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അനുമോൾ തന്നെ ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പുറത്ത് വെച്ച് 16 ലക്ഷം രൂപയുടെ എങ്ങാനും PR കൊടുത്തിട്ടാണ് ബിഗ് ബോസിനകത്തേക്ക് വന്നത് എന്നുള്ളത്. അപ്പൊ ഈ PR-ന്റെ ഭാഗമായിട്ട് അനുമോൾ PR ടീമിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ച് അനുമോളെ മനഃപൂർവ്വം സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നവരിൽ കുറച്ച് ടോപ്പിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സ്. പക്ഷെ അവർ വളരെ ചുരുക്കമാണ് കേട്ടോ. അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെയല്ല. അനുമോളെ സപ്പോർട്ട് ചെയ്ത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരിൽ മെജോറിറ്റി ഓഫ് ആളുകളും താങ്കൾ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ താങ്കൾക്ക് കമന്റ് ബോക്സിൽ നല്ല പോസിറ്റീവ് സപ്പോർട്ട് കിട്ടും എന്ന് കണ്ടുകൊണ്ട് മനഃപൂർവ്വം സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അനുമോൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ കമന്റ് ബോക്സിൽ നല്ല തെറിവിളി വരും എന്ന് കണ്ടുകൊണ്ട് അനുമോളെ മനഃപൂർവ്വം സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഏതൊരാളും തന്റെ കമന്റ് ബോക്സ് പോസിറ്റീവ് ആയിരിക്കണമെന്നാണല്ലോ ആഗ്രഹിക്കുക. പക്ഷെ അതും PR ടീമിന്റെ കളികളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ അനുമോളിലെ PR ടീംസ് നോക്കി നിൽക്കാണ് അനുമോളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ടോ എന്ന്. വീഡിയോസ് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ അപ്പൊ അവർ ഇൻഫർമേഷൻ കൊടുക്കും. പിന്നെ അവർ ചെയ്യുന്ന പരിപാടി എന്തായിരിക്കും? നേരെ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പോയിട്ട് അനുമോളെ പൊക്കിയിട്ട് കുറെ കമന്റുകൾ അങ്ങോട്ടും. ആ കമന്റുകൾക്കെല്ലാം മറ്റ് PR ടീംസിനെ കൊണ്ട് ഇവർ ലൈക്ക് അടുപ്പിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ആ കമന്റുകളെല്ലാം ഇവരുടെ വീഡിയോകളുടെ കമന്റ് ബോക്സിൽ ടോപ്പായി നിൽക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റൊരാൾ പുറമെ നിന്ന് നോക്കുമ്പോൾ എന്താണ് കാണുക? എല്ലാ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അനുമോളിന് ഭയങ്കര സപ്പോർട്ടാണ്, അനുമോള് ഭയങ്കര സംഭവമാണ് എന്നായിരിക്കും തോന്നുക അല്ലേ? അപ്പൊ ഇത് കണ്ടാണ് പല യൂട്യൂബേഴ്സും അനുമോളെ സപ്പോർട്ട് ചെയ്ത് കളയാം, എന്നാൽ നല്ല സപ്പോർട്ട് എനിക്കും കിട്ടും എന്നുള്ള രീതിയിൽ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ഈ PR ടീമിന്റെ മാനിപ്പുലേഷനിൽ വീണ് പോയിരിക്കുകയാണെന്നുള്ള സത്യം മനഃപൂർവ്വമോ എല്ലാവരും വിസ്മരിച്ച് കളയുകയാണ് ഉള്ളത്. പറയാൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അനുമോളെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. മിണ്ടിയാൽ അപ്പൊ സൈബർ അറ്റാക്ക് ആണ്. പക്ഷെ എനിക്ക് അതിന് പേടില്ല കേട്ടോ. ഞാൻ പറയാനുള്ളത് എവിടെയാണെങ്കിലും തുറന്നു പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആര് കമന്റ് ബോക്സിൽ വന്ന് സപ്പോർട്ട് ചെയ്താലും തെറി വിളിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല. എന്റെ അഭിപ്രായങ്ങൾ കൃത്യമായി തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് PR ടീമിന്റെ കമന്റ് ബോക്സിന്റെ മാനിപ്പുലേഷനിൽ ഞാൻ ഒരിക്കലും വീണു പോകത്തില്ല. അങ്ങനെ വീണു പോകുമെന്ന് അനുമോളിലെ PR ടീംസ് തെറ്റിദ്ധരിക്കുകയും വേണ്ട. എന്റെ വീഡിയോ കാണുന്ന PR ടീംസിനോട് എനിക്ക് പറയാനുള്ളതാണത്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ നിലവിൽ ബിഗ് ബോസ് റിവ്യൂവേഴ്സിൽ അനുമോളെ കുറച്ചെങ്കിലും എതിർത്ത് സംസാരിക്കുന്നത് ഈ പറയുന്ന രേവതി ചേച്ചി മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ റിവ്യൂവേഴ്സും അനുമോൾക്ക് കട്ട സപ്പോർട്ടാണ്. പിന്നുള്ളത് നമ്മളെ സീക്രട്ട് ഏജന്റും സിജോ ടോക്സ് ഒക്കെയാണ്. അവര് പിന്നെ ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റൻസ് എന്ന രീതിയിൽ നമുക്ക് അവരെ മാറ്റി നിർത്താം. ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. എന്നിരുന്നാലും രേവതി ചേച്ചി ഇങ്ങനെ അനുമോളെ ഇങ്ങനെ എതിർത്ത് ഇടയ്ക്കിടെ വീഡിയോസ് ചെയ്യുന്നത് കാരണം ഈ അനുമോൾ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള റിവ്യൂവേഴ്സിന് അത് ഭയങ്കര തലവേദനയായി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഇവര് തന്നെ എന്താക്കി കൂട്ടമായിട്ട് രേവതി ചേച്ചിനെ അങ്ങ് ആക്രമിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ രേവതി ചേച്ചിക്കെതിരെ ഓരോ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി. രേവതി ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണ് മോശം റിവ്യൂവർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ കമന്റ് ബോക്സിലാണെങ്കിലോ ഒടുക്കത്തെ സപ്പോർട്ടും. ബ്രോ പറഞ്ഞത് ശരിയാണ്, രേവതി ചേച്ചി ഭയങ്കര മാനിപ്പുലേഷൻ ആണ്. രേവതി ചേച്ചിയുടെ റിവ്യൂസ് ഞാൻ പണ്ടൊക്കെ കാണുമായിരുന്നു, പക്ഷെ ഇപ്പം കാണാറില്ല എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ ഇവരുടെ കമന്റ് ബോക്സിൽ കാണാൻ പറ്റാം. ഇതെല്ലാം അനുമോൾ PR ടീംസിന്റെ കമന്റ്സ് ആണ് കേട്ടോ. അതാരും മറന്നു പോകരുത്. ഇനി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും അത്തരത്തിലുള്ള കമന്റുകൾ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഉറപ്പിച്ചോളി ഇത് PR ടീംസിന്റെ കമന്റ്സ് ആണ്. അതിന് നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. എന്നിരുന്നാലും ഇതിനെല്ലാം പിന്നോടി എന്നോണം രാജ് ടോക്സ് എന്ന് പറഞ്ഞ യൂട്യൂബർ രേവതി ചേച്ചിയുടെ ഒരു സബ്സ്ക്രൈബറും തമ്മിൽ വാട്സാപ്പിൽ സംസാരിക്കുന്നതിന്റെ ഒരു വോയിസ് റെക്കോർഡ് ഇന്നലെ പുറത്തു വിട്ടു. അതോടെയാണ് ഈ പ്രശ്നം വേറെ ലെവലിലേക്ക് വിവാദമായി മാറുന്നത്. നമുക്ക് എന്തായാലും ആ വോയിസ് റെക്കോർഡ് ഒന്ന് കേട്ടോക്കാം. ഹലോ ചേച്ചി, ഞാൻ നിങ്ങളെ വീഡിയോ കാണാറുണ്ട്. പക്ഷേ അതിലെനിക്ക് ഒരു കാര്യം പറയാൻ, അവസാനം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വിന്നർ ആരാണെന്നുള്ളത് നേരത്തെ അറിഞ്ഞാൽ ഞാൻ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നത് ശരിക്കും ശരിയാണോ? ഞങ്ങൾ പ്രേക്ഷകർക്കൊരു സസ്പെൻസ് വേണ്ടേ? നിങ്ങളിപ്പോൾ ഞാൻ നിങ്ങളെ മാത്രമല്ല പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ മറ്റു ചാനലുകളിൽ പറയും
അങ്ങനെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ബിഗ് ബോസിനോട് ഒരു ആത്മാർത്ഥമുള്ള ചാനലൊക്കെ ആണെങ്കിൽ അങ്ങനെ ആരും പറയാൻ പാടില്ല. അത് കാണുന്ന പ്രേക്ഷകർക്കൊരു സസ്പെൻസ് മൊമെന്റ് വേണ്ട. കാരണം ഇപ്രാവശ്യത്തെ സീസൺ എന്ന് പറയുന്നത് വെരി അൺപ്രഡിക്റ്റബിൾ ആണ്. കഴിഞ്ഞ സീസണിലൊക്കെ മണിക്കൂട്ടിനായിരിക്കും എന്നുള്ളത് 60% ഷുവർ തന്നെയായിരുന്നു. പക്ഷേ ഈ സീസൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സസ്പെൻസ് ഉണ്ട്. എന്തായാലും 3 പേര് ആരാന്നുള്ള പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സീസൺ തന്നെയാണ്. അപ്പോൾ പിന്നെ അത് നേരത്തെ കൂട്ടി പറയുന്നത് ശരിയല്ലല്ലോ. അത് നിങ്ങളെപ്പോലെ എല്ലാ ചാനലുകളും, ഞാനിപ്പോൾ എനിക്ക് അറിയാവുന്ന ചാനലുകളൊക്കെ ഞാൻ പറയുന്നുണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. അതിനെക്കുറിച്ച് ഒന്ന് പറയുമോ? ഇല്ലാത്തവർ കാണണ്ടടാ, സസ്പെൻസ് വേണം. എന്തായിരുന്നാലും 1 മണിക്കൂർ മുന്നേ അറിയും. എല്ലാ ബിഗ് ബോസുകളിലും അങ്ങനെ തന്നെയാണ്. എല്ലാ ഹിന്ദിയിലും ബിഗ് ബ്രദറിലും എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഞാനിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടും. അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്റെ ആ ചാനൽ എടുക്കാതിരുന്നാൽ പോരെ. താങ്കൾ ടി വിയിൽ കണ്ടാൽ മതി. എന്തിനാണ് യൂട്യൂബ് നോക്കുന്നത്? യൂട്യൂബ് ഫുൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ടി വി കാണുക. ഓക്കെ, നിങ്ങൾ ഷോ തുടങ്ങുന്നതിന് മുമ്പേ മുൻകൂട്ടിയുള്ള കാര്യങ്ങൾ എന്തിനാണ് പുറത്ത് വിടുന്നത് ചേച്ചി എന്ന് സബ്സ്ക്രൈബർ ചേച്ചിയോട് ചോദിക്കുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത് അല്ലേ? അതിന് ചേച്ചി കൊടുത്ത മറുപടി എന്താണ്? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ നോക്കണ്ട, ഷോ കണ്ടതിന് ശേഷം മൊബൈൽ നോക്കിയാൽ മതി എന്നുള്ളതാണ് അല്ലേ? ഇപ്പൊ നമുക്കറിയാലോ, ബിഗ് ബോസ് ഷോ തുടങ്ങുന്നതിന് മുമ്പേ മുൻകൂട്ടി കാര്യങ്ങൾ പുറത്ത് വിടുന്ന ആൾക്കാർക്കെതിരെ ഇപ്പൊ ബിഗ് ബോസ് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ബിഗ് ബോസ് പല ചാനലുകൾക്കും പണി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ രാജ് ടോക്സ് ഇങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് പുറത്ത് വിടുന്നത്. പക്ഷെ അവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത് 3-4 വർഷം മുമ്പുള്ള വോയിസ് റെക്കോർഡാണ്. അതിനെക്കുറിച്ച് രേവതി ചേച്ചി തന്നെ മറുപടി പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. 2022 വോയിസ് ആയിട്ട് വന്നേക്കുക ഒരു പയ്യൻ എനിക്ക് മെസ്സേജ് ചെയ്തു. അന്ന് 2022 ചേച്ചി മണിക്കുട്ടനല്ലേ വിന്നർ, ചേച്ചി ഇങ്ങനെ സസ്പെൻസ് ഒന്നും കളയല്ലേ. അപ്പൊ ഞാൻ അപ്ഡേറ്റ്സ് ഇടുന്ന ആളായിരുന്നു. കാര്യം ചാനലിന് അപ്പൊ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. എന്റെ അടുത്തും ഇൻഫോർമേഷൻ ഒന്നും ഞാൻ വലിയ ആളുമായിരുന്നില്ല. ഞാൻ ഇവരെ പോലെയൊക്കെ തന്നെ സാധാരണ, അതായത് ഞാൻ അങ്ങോട്ട് ഫ്ലറിഷ്, അതായത് നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്നും എനിക്കില്ല, എന്നാൽ കയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ അപ്ഡേറ്റ്സ് ഒക്കെ, എനിക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഇടും. കാര്യം ഹിന്ദിയിലൊക്കെ ഇടുന്നതാണ്, എല്ലാവരും ഇടും. അവർക്കൊന്നും അവിടെ ഒന്നും ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും അപ്ഡേറ്റ്സ് ഒക്കെ ഇടുന്ന സമയത്ത് ആ പയ്യൻ ചോദിച്ചായിരുന്നു ചേച്ചി ഇതിടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് നോക്കണ്ട, വീഡിയോ മറ്റേ ടി വിയിൽ കണ്ടാൽ മതി ആരാണ് എവിക്ഷൻ എന്ന്. ആ 2022 അതായത് മണിക്കുട്ടന്റെ സീസൺ കഴിഞ്ഞ, അതിനകത്ത് ക്ലിയർ ആയിട്ടുണ്ട് കഴിഞ്ഞ സീസൺ മണിക്കുട്ടന്റെ ആണ്. എന്റെ പൊന്ന് രാജപ്പണ്ണ, അടുത്ത തവണ ഇതിടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഇതൊക്കെ മാറ്റിട്ട് വേണം ഇടാൻ. മൊത്തത്തിൽ എന്നെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഇടണം, മൊത്തത്തിൽ എന്നെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള വോയിസ് അതാണ് ഇടേണ്ടത്. അണ്ണാക്കിലടിച്ച് കൊടുത്തില്ലേ? ആ മറുപടി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഒരാൾ കൊടുക്കാൻ വേണ്ടി പണ്ട് പോയുള്ള വോയിസ് റെക്കോർഡും പൊക്കി പിടിച്ച് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്താ ഞാനിതിനൊക്കെ പറയാം. പക്ഷെ ഇങ്ങനെയൊക്കെ രേവതി ചേച്ചി ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിൽ കൂടിയും രേവതി ചേച്ചിയുടെ വീഡിയോകളുടെ ഒക്കെ കമന്റ് ബോക്സ് ഇപ്പോൾ ഓഫാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് അവരുടെ ചാനലിൽ പോയി കമന്റ് ഇടാനോ അവരുടെ ചാനലിൽ വരുന്ന കമന്റുകൾ വായിക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ എന്തിനാണ് രേവതി ചേച്ചി അങ്ങനെ ചെയ്തത് എന്നതിനുള്ള കാരണവും രേവതി ചേച്ചി പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി കണ്ടോക്കാം. എപ്പോ നോക്കിയാലും കമന്റ് ബോക്സ് ഓണാക്ക് എന്ന് പറയുന്നുണ്ട്. കമന്റ് ബോക്സ് ഞാൻ ഓണാക്കത്തില്ല. അത് എനിക്കെതിരെ വരുന്ന സംഭവങ്ങൾ എനിക്ക് കിട്ടാം. ഞാൻ എത്ര കൊല്ലമായിട്ട് സൈബർ അറ്റാക്ക് നേരിടുന്നു. നിങ്ങൾ എല്ലാവരും എനിക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോ ഒരു കുഴപ്പം, ഞാൻ ധൈര്യമായിട്ട് തന്നെ നേരിടുന്നുണ്ട്. എന്റെ കമന്റ് ബോക്സ് ഞാൻ ഓഫാക്കി വെക്കാൻ കാരണം PR-കൾ വന്ന് കമന്റ്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് നടന്നതെന്നുള്ളത് ജനങ്ങൾക്ക് വേറെ തെറ്റായ രീതിയിൽ മാനിപ്പുലേഷൻ നടന്നുണ്ട്. അതുകൊണ്ട് ആര് എന്റെ കമന്റ് ബോക്സ് ഉപയോഗിക്കേണ്ട. ഒരു യൂട്യൂബർ സ്വന്തം കമന്റ് ബോക്സ് എന്തിനാണ് വേണ്ടി വെച്ചേക്കണം അറിയാമോ? ഒരു ക്രിയേറ്ററിന് സ്വന്തം കമന്റ് ബോക്സ് വെച്ചേക്കുന്നത് പ്രേക്ഷകർക്കും നമ്മുടെ യൂട്യൂബറിനും ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്റെ ബിഗ് ബോസിന്റെ കമന്റ് ബോക്സ് യൂസ് ചെയ്യുന്നത് PR-കൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് അവര് ഗെയിമിനെ നമ്മുടെ പ്രേക്ഷകര്, അതായത് ഇപ്പൊ 1 മില്യൺ വാച്ച്, 1 മില്യൺ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഏഷ്യാനെറ്റിന്റെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ 1 മില്യൺ ആൾക്കാരിലേക്ക് 1 മില്യൺ ആൾക്കാർ ഈ ഒരു കമന്റ് വായിക്കും. അപ്പം എന്താണോ അതിനകത്തുള്ളത് ഇത് അവരെ മിസ്ഗൈഡ് ചെയ്തു പോകും. ഈ ഒരു കമന്റ് മതി അവർ മിസ്ഗൈഡ് ആവാൻ വേണ്ടി. ഇവര് നേരത്തെ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു കമന്റ് ഉണ്ടാക്കി വെക്കും. ഏഷ്യാനെറ്റിന്റെ കമന്റ് ബോക്സിലോ എന്റെ കമന്റ് ബോക്സിലും കൊണ്ട് വെച്ചിട്ട് ഇവർ ഇവരുടെ ആർമിക്കാരെയും PR-കാരെയും കൊണ്ട് ഇതിനെ ലൈക്ക് അടിപ്പിക്കും. ലൈക്ക് കൂടുതൽ അടിക്കുന്നതിനെ ടോപ്പ് കമന്റിലേക്ക് വരും. ടോപ്പ് കമന്റുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ ടോപ്പ് കമന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻ നടന്ന കമന്റ്. പിന്നെ എന്റെ വീഡിയോക്കകത്ത് വന്നിട്ട് ഞാൻ ഏതെങ്കിലും ഗെയിം നെഗറ്റീവായിട്ട്, ഏതെങ്കിലും കണ്ടസ്റ്റന്റ് നെഗറ്റീവായിട്ട് ഗെയിം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങളൊരു മോശം റിവ്യൂവറാണ്, നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് എന്റെ വീഡിയോനെ, അതായത് ഞാൻ എന്താണോ റിവ്യൂ പറഞ്ഞേക്കണേ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, ഞാൻ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് പറഞ്ഞ് വന്ന് തംബ്നെയിൽ ഇടും. ആ തംബ്നെയിലല്ല കമന്റ് ഇടും. അത് കണ്ടിട്ട് ആൾക്കാർ ആൾക്കാർ എന്റെ വീഡിയോ മാത്രം കണ്ടാൽ മതി. ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രം ആൾക്കാർ കേൾക്കുക. ആൾക്കാർ ഒരു തരത്തിലും എന്റെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ബോക്സ് PR-കളുടെ കമന്റ് കണ്ട് ഒരിക്കലും മാനിപ്പുലേറ്റഡ് ആവരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചത്. അത് നല്ലൊരു തീരുമാനമാണ് ചേച്ചി. പ്രത്യേകിച്ച് ബിഗ് ബോസ് റിവ്യൂ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചേച്ചി അങ്ങനെ ചെയ്തത് എന്തുകൊണ്ട് നന്നായി. എന്തായാലും ഞാനായിട്ട് ഇനി ഇതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാരണം പറയാനുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ബിഗ് ബോസ് ഓഡിയൻസിനെ നല്ല രീതിയിൽ ഈ പറയുന്ന ഒരു പറ്റം PR ടീംസും ഒരു പറ്റം യൂട്യൂബേഴ്സും ചേർന്ന് മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ കണ്ട് ആരും ബിഗ് ബോസിനെ വിലയിരുത്തരുത് എന്ന് മാത്രമേ എനിക്ക് എന്റെ ഓഡിയൻസിനോട് പറയാനുള്ളൂ. എന്തായാലും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നല്ല തെളിവുകളായിരിക്കും.
തെറി വിളിക്കുന്നവർക്ക് വിളിച്ചിട്ട് പോകാം. ഞാൻ കമന്റ് ബോക്സ് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അത് തെറി വിളിക്കുന്നവർ മനസ്സിലാക്കിക്കൊണ്ട് തെറി വിളിച്ചിട്ട് പോകാം. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.